السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സ്നേഹമുള്ള സഹോദരങ്ങളെ, സൂറത്തുൽ ഫതഹിനെ കുറിച്ച് നാം ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച രാത്രിയാണ്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം തുടക്കം കുറിക്കണം. സൂറത്തുൽ ഫതഹിൻ നാം പറയുന്ന രീതിയിൽ പറയുന്ന സമയത്ത് വെച്ച് അതിനൊരു തുടക്കം കുറിച്ചാൽ ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എന്തു തുടങ്ങിയാൽ അതിനൊരു തടസ്സം നേരിടുക പല വിധത്തിൽ. ഉദാഹരണക്ക് നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു വീടിന്റെ കാര്യമോ അല്ലെങ്കിൽ ഭർത്താവിന്റെ കൂടെ വിദേശത്ത് കഴിയണമെന്ന് ആഗ്രഹിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ എന്തു തുടങ്ങിയാൽ അത് മുടങ്ങി പോവുക. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് ആശകൾ, അതുപോലെ ഒരുപാട് ആഗ്രഹങ്ങൾ അത് നമുക്ക് പൂവണഞ്ഞു കിട്ടാൻ, അത് വളരെ സന്തോഷകരമായി നമുക്കത് വീട് കിട്ടാൻ വേണ്ടി ഈ രീതിയിൽ ചെയ്തു നോക്കൂ. അത്ഭുതകരമായ ഫലങ്ങൾ ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അവർ അവരുടേതായ സന്തോഷ വാർത്തകൾ അറിയിച്ചിട്ടുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഇശയുടെ മഗ്‌രിബിന്റെ ഇടയിൽ, അതല്ല എങ്കിൽ ഇശയുടെ ശേഷം ഈ ഒരു സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ഫതഹ് ഓരോ ദിവസം ഓരോ തവണ ഓതുക. അങ്ങനെ തുടർച്ചയായി 21 ദിവസം ഓതണം. സ്ത്രീകൾ പ്രത്യേകിച്ച് ശുദ്ധിയുള്ള കാലത്ത് ഓതുക. അപ്പൊ 21 ദിവസം തുടർച്ചയായി സൂറത്തുൽ ഫതഹ് ഓതാ. സൂറത്തുൽ ഫതഹ് ഓതിയതിന്റെ ശേഷം യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ് എന്നുള്ള ഇസ്മ, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ ഇസ്മ 489 തവണ ചൊല്ലുക. ചൊല്ലി നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറയാ. തീർച്ചയായും ഈ 21 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത് പൂവണിഞ്ഞ് തരും. ഇത് ഒരുപാട് സഹോദരങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഉപകാരം കിട്ടിയ, അവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നേടാൻ സാധിച്ച എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് നിങ്ങളുടേതായ ആഗ്രഹങ്ങൾ പൂവണിയുകയും സന്തോഷമായി കിട്ടുകയും ചെയ്താൽ അത് കമന്റിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും. അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഏകാഗ്രതയോടുകൂടി നിഷ്കളങ്കതയോടുകൂടി എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് അള്ളാഹുവിനോട് മാത്രം നമ്മുടെ കാര്യങ്ങൾ പറയുക. നമുക്ക് എന്തു കാര്യങ്ങളും, എന്തു പ്രശ്നമുണ്ടായാലും, എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അള്ളാഹുവിനോട് മാത്രം പറയാ, ജനങ്ങളോട് പറയാതിരിക്കുക. ചെറിയ വേദന പോലും നോക്കൂ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂബക്കർ തങ്ങളെ, നിങ്ങൾക്കുള്ള പല്ല് വേദന സുഖപ്പെട്ടോ എന്ന് ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ഞെട്ടിപ്പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അങ്ങ് എങ്ങനെ അറിഞ്ഞു എനിക്ക് പല്ല് വേദന ഉണ്ടെന്ന്? ജിബ്രീലാണ് ചോദിച്ചത്. അങ്ങ് ചോദിക്കുന്നതോടുകൂടി ആ പല്ല് വേദന മാറി. ഇത്രയും ഉറ്റ സുഹൃത്തായ ഞാൻ എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതായത് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുന്നുണ്ടല്ലോ. ചെറിയ കുഞ്ഞു പ്രശ്നങ്ങൾ ഞാൻ അള്ളാഹുവിനോട്, അതുകൊണ്ട് നമ്മുടെ എന്ത് പ്രശ്നങ്ങളുണ്ടോ അള്ളാഹുവിനോട് പറയാ. എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അള്ളാഹുവിനോട് മാത്രം പറയാ. അള്ളാഹുവിനല്ലാതെ മറ്റുള്ളവർക്ക് ഒരാൾക്കും ഒരു വിഭാഗം തന്നെ നമ്മെ സഹായിക്കാൻ, സഹകരിക്കാൻ ഒരുമിച്ച് കൂടി. പക്ഷെ അള്ളാഹുവിന്റെ ഏകലില്ല. എന്നാൽ അത് നടക്കൂല. ഒരു വിഭാഗം തന്നെ നമുക്കൊരു ഉപദ്രവം, ദ്രോഹം ചെയ്യാൻ ഒരുങ്ങി വരികയാണ്. അള്ളാഹുവിന്റെ ഏകലില്ലെങ്കിൽ അതും നടക്കൂല എന്നുള്ള ഒരു പടിയുറച്ച വിശ്വാസം നാം ജീവിക്കണം. അള്ളാഹു നമുക്ക് നൽകാൻ ഉദ്ദേശിച്ചത് തീർച്ചയായും കിട്ടുകയും ചെയ്യും. അള്ളാഹു നമുക്ക് തടഞ്ഞത് ഒരാൾക്ക് നേടിത്തരാനും സാധ്യമല്ല എന്ന് നാം വിശ്വസിക്കണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾ അള്ളാഹു പൂവണിഞ്ഞു തരട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾക്ക് ദുആരക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്, പല രീതിയിൽ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരു സഹോദരൻ പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ പലരും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരോ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായി പറഞ്ഞവരൊക്കെ ഉണ്ട്, ഫോൺ വിളിച്ച് പറഞ്ഞവരുണ്ട്, കമന്റിലൂടെ രേഖപ്പെടുത്തുന്നവരുണ്ട്. അങ്ങനെ പലരുമുണ്ട്. എല്ലാവരുടെ മുറാദ് അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താകുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മേവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.